വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിശ്വ ടീച്ചിങ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എന്താണ് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, അക്വിസിഷൻ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയേ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ എന്നും അതിൻ്റെ മെത്തേഡ്സും, അതായത് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സും പ്രോബ്ലംസും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ആദ്യം തന്നെ എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ നോക്കാം. സിമ്പിളായിട്ട് എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, വാങ്ങുന്ന കമ്പനി വിൽക്കുന്ന കമ്പനിക്ക് കൊടുക്കുന്ന തുക അല്ലെങ്കിൽ കൺസിഡറേഷൻ ആണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സെല്ലർ കമ്പനി പർച്ചേസിങ് കമ്പനി അല്ലെങ്കിൽ പർച്ചേസിങ് കമ്പനി സെല്ലർ കമ്പനിക്ക് കൊടുക്കുന്ന തുകയാണ് ഇതെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അത് ക്യാഷിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഷെയർസിന്റെ രൂപത്തിലോ സെക്യൂരിറ്റീസ് ആയിട്ടോ ഒക്കെ ആകാം ഈ പറഞ്ഞിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് Accounting Standard 14 defines purchase consideration as aggregate of shares and other securities issued and payment made in the form of cash and other assets by the transferring company to the shareholders of the transferor company. അതായത് നോക്കിയേ, ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു അല്ലേ. അപ്പൊ ആർക്കാണ് കൊടുക്കുന്നത്? ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ആരാണ് ട്രാൻസ്ഫറി, ആരാണ് ട്രാൻസ്ഫറർ എന്ന് അറിഞ്ഞിരിക്കണം. ട്രാൻസ്ഫറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർച്ചേസിങ് കമ്പനിയാണ്. ആരാണോ ബിസിനസ് ഏറ്റെടുക്കുന്നത് അവരാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്ഫറി കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് അമാൽഗമേഷൻ്റെയും അതേപോലെ തന്നെ അക്വസിഷൻ്റെ കേസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ന്യൂ കമ്പനിയാണ് ആരെന്ന് പറയുന്നത് ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി അമാൽഗമേഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അത് ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് കമ്പനിയാണ്. ഇത്ര ഓർത്താൽ മതി. ട്രാൻസ്ഫറി കമ്പനി എന്ന് പറഞ്ഞാൽ പർച്ചേസിങ് കമ്പനിയാണ്. ആരാണോ ബിസിനസ് ഏറ്റെടുക്കുന്നത് അവരാണ് ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അവര് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഓണേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫറർ കമ്പനി എന്ന് വെച്ചാൽ സെല്ലർ കമ്പനിയാണ്. അതായത് ഓൾഡ് കമ്പനിയാണ് ആയിരുന്നു പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. സിമ്പിളായിട്ട് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താ? വാങ്ങുന്ന കമ്പനി വിൽക്കുന്ന കമ്പനിക്ക് കൊടുക്കുന്ന തുക, അത്ര ഓർത്താൽ മതി. അതായത് ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ദി കൺസിഡറേഷൻ ഓഫ് അമാൽഗമേഷൻ മേ കൺസിസ്റ്റ് ഓഫ് ഷെയർസ്, അതർ സെക്യൂരിറ്റീസ്, ക്യാഷ് ആൻഡ് അതർ അസറ്റ്സ്. ഇത് അമാൽഗമേഷന്റെ കേസിൽ പർച്ചേസ് കൺസിഡറേഷൻ ഏതൊക്കെ രൂപത്തിലാകാം? ഷെയർസിന്റെയോ മറ്റ് സെക്യൂരിറ്റീസിന്റെയോ ക്യാഷോ അല്ലെങ്കിൽ മറ്റ് അസറ്റ്സോ ഒക്കെ ആകാം ഈ പറഞ്ഞിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ദ പേയ്മെന്റ് ടുവേർഡ്സ് ദ ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ് മാത്രമായിരിക്കും ഇതിൽ വരുന്നത്. അല്ലാതെ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന പേയ്മെന്റ്സിനകത്ത് വരത്തില്ല. എന്നിട്ട് അത് തന്നെയാണ് തേർഡ് പോയിന്റിൽ പറഞ്ഞത്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ട്രാൻസ്ഫറി കമ്പനി ടു ഡിസ്ചാർജ് ദ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അതർ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. അതായത് ട്രാൻസ്ഫറി കമ്പനി അവരുടെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിനോ മറ്റ് ഔട്ട്സൈഡ് ലയബിലിറ്റീസിനോ ഒക്കെ നടത്തുന്ന പേയ്മെന്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല. ഇറ്റ് ഓൾസോ എക്സ്ക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയൊരു കമ്പനിയൊക്കെ ഫോം ചെയ്യുന്ന സാഹചര്യത്തിൽ പഴയ കമ്പനീസ്, അതായത് എക്സിസ്റ്റിംഗ് കമ്പനീസ് എന്താകും? ലിക്വിഡേറ്റ് ആകും. അപ്പം അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമിൽ അതിനുണ്ടാകുന്ന കോസ്റ്റ്, ആ വൈൻഡ് അപ്പ് ആവാൻ എടുക്കുന്ന കോസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടത്തില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ആണ്. പ്രധാനമായിട്ടും നമുക്ക് 4 മെത്തേഡ്സ് ആണ് ഉള്ളത്. ലംസം മെത്തേഡ്, നെറ്റ് അസറ്റ് മെത്തേഡ്, നെറ്റ് പേയ്മെന്റ് മെത്തേഡ്, ലാസ്റ്റ് വണ് ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് ഓർ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. ഇങ്ങനെ 4 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തെ മെത്തേഡാണ് ലംസം മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത്ര രൂപയ്ക്കാണ് ബിസിനസ് ടേക്ക് ഓവർ ചെയ്തതെന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എ ലിമിറ്റഡ് എഗ്രീസ് ടു ടേക്ക് ഓവർ ദ ബിസിനസ് ഓഫ് ബി ലിമിറ്റഡ് ഫോർ ₹25 lakhs. അതായത് 25 ലക്ഷത്തിന് എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന്റെ ബിസിനസ് ഏറ്റെടുക്കാൻ എഗ്രി ചെയ്ത് അല്ലേ. അപ്പോൾ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. എത്ര ലക്ഷമാണ്? 25 ലക്ഷം. അപ്പോൾ ഇത്തരത്തിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തരുന്നതാണ് എങ്കിൽ അത് ലംസം മെത്തേഡാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മെത്തേഡായിട്ടൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് നെറ്റ് അസറ്റ് മെത്തേഡ്. ഇവിടെ നോക്കിക്കേ, അണ്ടർ ദിസ് മെത്തേഡ് ദ പർച്ചേസ് കൺസിഡറേഷൻ ഡിനോട്ട്സ് ദ നെറ്റ് വർത്ത് ഓഫ് ദ ബിസിനസ്. ഈ ഒരു മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ നെറ്റ് വർത്തിനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് അസർട്ടൈൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സിമ്പിളായിട്ട് അസറ്റിൽ നിന്ന് ലൈബിലിറ്റീസ് കുറയ്ക്കുമ്പോഴാണ് നമുക്കിവിടെ എന്ത് കിട്ടുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ കിട്ടുന്നത്. അതായത് നോക്കിക്കേ, ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് എഗ്രീഡ് ഫെയർ വാല്യൂ ഓഫ് ടോട്ടൽ ലൈബിലിറ്റീസ് ടേക്കൺ ഓവർ ഫ്രം എഗ്രീഡ് ഫെയർ വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ്സ് ടേക്കൺ ഓവർ ഇൻക്ലൂഡിങ് ഗുഡ് വിൽ. അതായത് ഗുഡ് വിൽ ഉൾപ്പെടെയുള്ള ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ടോട്ടൽ അസറ്റിൻ്റെ എഗ്രീഡ് ഫെയർ വാല്യൂവിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ടോട്ടൽ ലൈബിലിറ്റീസിൻ്റെ എഗ്രീഡ് ഫെയർ വാല്യൂ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഇത്ര രൂപയ്ക്കാണ് അവർ പറയുന്നത്, അതായത് ഇത്ര രൂപയ്ക്ക് അസറ്റ് ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാം എന്നവർ ഒരു വാല്യൂ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ തരികയാണ് എങ്കിൽ അതാണ് നമ്മുടെ എഗ്രീഡ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യനിൽ ഒരു എഗ്രീഡ് ഫെയർ വാല്യൂ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ബുക്ക് വാല്യൂ അനുസരിച്ച് നമുക്ക് ആ ഒരു ബുക്ക് വാല്യൂ തന്നെ എടുക്കാവുന്നതാണ്. അപ്പം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ ബുക്ക് വാല്യൂ എടുക്കും. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഷീറ്റ് തന്ന ശേഷമായിരിക്കും നമ്മളോട് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ ബാലൻസ് ഷീറ്റിൻ്റെ പ്രത്യേകത എന്താ, അവിടെ 3 കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ, അസറ്റ്, ലയബിലിറ്റി, അതുപോലെ തന്നെ ഇക്വിറ്റി എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. സോ ആ കാര്യങ്ങൾ നമ്മൾ മറന്നേക്കാം. ഇക്വിറ്റീസ്, പ്രിഫറൻസ് ഷെയർസ്, അതേപോലെ തന്നെ എന്താണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അതൊഴിച്ച് ബാക്കിയുള്ള അസറ്റ്സ്, അതായത് അതിലും എന്ത് ഉൾപ്പെടുത്തില്ല, അക്യുമുലേറ്റഡ് ലോസസ് ഉൾപ്പെടുത്തില്ല, അതേപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസസ് വരത്തില്ല, അഡ്വർടൈസ്മെന്റ്, സസ്പെൻസ് അക്കൗണ്ട്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള അസറ്റ്, അതിൽ നിന്ന് ലൈബിലിറ്റീസ് കുറയ്ക്കും, ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ലൈബിലിറ്റീസ് കുറയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പർച്ചേസ് കൺസിഡറേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കി ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗിവൻ ബിലോ ദ എക്സ്ട്രാക്ട് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് സംഗീത ലിമിറ്റഡ് ആസ് എ 31st March 2018. അപ്പോൾ 31st March 2018 സംഗീത ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തരുന്നുണ്ട്. നോക്കിയാൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, 7% ഡിബെഞ്ചേഴ്സ്, ട്രേഡ് പേബിൾസ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ജനറൽ റിസർവ്സ് 4000, സർപ്ലസ് അക്കൗണ്ട് 20000 ചേർത്തിട്ടാണ് ഔട്ടർ കോളത്തിൽ 24000 വന്നിരിക്കുന്നത്. ടാഞ്ചിബിൾ അസറ്റ്സ് 44,000, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അത് ഗുഡ് വിൽ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നോക്കിയാൽ ഇൻവെന്ററി, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിയേ ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് നോക്കിയേ. ലുലു ലിമിറ്റഡ് എഗ്രീസ് ടു ടേക്ക് ഓവർ സംഗീത ലിമിറ്റഡ്. സംഗീത ലിമിറ്റഡിനെ ടേക്ക് ഓവർ ചെയ്യാൻ ആര് എഗ്രി ചെയ്തു എന്ന് പറയുന്നുണ്ട്, ലുലു ലിമിറ്റഡ് എഗ്രി ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. കാൽക്കുലേറ്റ് പർച്ചേസ് കൺസിഡറേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫോളോയിങ് ഇൻഫോർമേഷൻ. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ പർച്ചേസ് കൺസിഡറേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഗുഡ് വിൽ ഈസ് റീവാല്യൂഡ് അറ്റ് 10,000. ഗുഡ് വിൽ അവർ റീവാല്യൂ ചെയ്യുന്നത് 10,000 രൂപയ്ക്കാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നോക്കിയാൽ ടാഞ്ചിബിൾ അസറ്റ്സ് ആർ റീവാല്യൂഡ് അറ്റ് 49,000. ടാഞ്ചിബിൾ അസറ്റ്സ് റീവാല്യൂ ചെയ്തേക്കുന്നത് 49,000 പറയുന്നുണ്ട്. ഇൻവെന്ററി ആൻഡ് ട്രേഡ് റിസീവബിൾസ് ആർ റീവാല്യൂഡ് അറ്റ് 13,000 ആൻഡ് 8,000 റെസ്പെക്റ്റീവ്ലി. ഇൻവെന്ററിയും ട്രേഡ് റിസീവബിൾസും ഒക്കെ റീവാല്യൂ ചെയ്തിരിക്കുന്നത് 13,000 8,000 ആണെന്ന് പറയുന്നുണ്ട്. Lulu Limited does not take over cash but agrees to assume the liability of trade payables at 5,000. Lulu Limited ക്യാഷ് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ടേക്ക് ഓവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. പകരം എന്താ അവർ എഗ്രി ചെയ്യുന്നുണ്ട്, ട്രേഡ് പേയബിൾസ് 5,000 രൂപയ്ക്ക് അവർ അത് റീവാല്യൂ ചെയ്തിട്ട് എടുക്കാമെന്ന് പറയുന്നുണ്ട്. സോ നോക്കിക്കേ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലംസം മെത്തേഡ് എന്തായാലും അല്ല. കാരണം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത്ര രൂപയ്ക്കാണ് ഈ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്നതെന്ന് നമുക്ക് എങ്ങും പറഞ്ഞിട്ടില്ല, ഇത്ര ലക്ഷത്തിനാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല അല്ലേ. പകരം നമുക്ക് കുറേ ഹിന്റ് തന്നിട്ടുണ്ട്, ഇത്ര രൂപയ്ക്കാണ് ഈ അസറ്റ് റീവാല്യൂ ചെയ്തിരിക്കുന്നത്, എത്ര രൂപയ്ക്കാണ് ഈ ലയബിലിറ്റി റീവാല്യൂ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏത് മെത്തേഡാണ്, നെറ്റ് അസറ്റ് മെത്തേഡാണ് അല്ലേ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സോ നോക്കിക്കേ, നമുക്കറിയാം നെറ്റ് അസറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ്, എഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റ് ടേക്കൺ ഓവർ ലെസ് എഗ്രീഡ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ആണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് വേണ്ടത്, എഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റ് ടേക്കൺ ഓവർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം എഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റ് ടേക്കൺ ഓവർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യമേ തരുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതേപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇക്വിറ്റീസ് നമ്മൾ എടുക്കില്ല എന്ന്. കാരണം പർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷനിൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇതൊന്നും ലയബിലിറ്റീസിനകത്ത് ഉൾപ്പെടുത്തില്ല. സോ അത് ഒഴിച്ചുകൊണ്ടുള്ള ബാക്കിയുള്ള ലയബിലിറ്റീസ് ആയിരിക്കും നമ്മൾ അസറ്റിൽ നിന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ നോക്കേ, ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഗുഡ് വിൽ ഈസ് റീവാല്യൂഡ് അറ്റ് ₹10,000 എന്നല്ലേ.
അപ്പോൾ ഇത്തരത്തിലെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ റീവാല്യൂഡ് ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ വേണം നമ്മൾ എടുക്കാൻ. ഇനി ഇത്തരത്തിലുള്ള വാല്യൂസ് നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയെങ്കിൽ നമ്മൾ ബുക്ക് വാല്യൂസ് വേണം നമ്മൾ എടുക്കാനായിട്ട്. സോ ഇവിടെ നമുക്ക് റീവാല്യൂഡ് ഫിഗേഴ്സ് തരുന്നത് കൊണ്ട് തന്നെ ആ വാല്യൂ വേണം എടുക്കാൻ. ഇവിടെ നോക്കിയാൽ ഗുഡ് വിൽ ഈസ് റീവാല്യൂഡ് അറ്റ് ₹10,000 10,000 രൂപയ്ക്ക് റീവാല്യൂ ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ആ വാല്യൂ വേണം നമ്മളിവിടെ എടുക്കാനായിട്ട്. സോ ഗുഡ് വിൽ എത്രയാണ്? 10,000. നെക്സ്റ്റ് പറയുന്നുണ്ട് ടാഞ്ചിബിൾ അസറ്റ്സ് ആർ റീവാല്യൂഡ് അറ്റ് ₹49,000. ടാഞ്ചിബിൾ അസറ്റ്സ് 49,000 അല്ലേ. അപ്പോൾ ആ വാല്യൂ നമ്മൾ എടുത്ത് എഴുതിയിരിക്കുകയാണ്. നെക്സ്റ്റ് ഓക്കെ, ഇൻവെന്ററി ആൻഡ് ട്രേഡ് റിസീവബിൾസ് ആർ റീവാല്യൂഡ് അറ്റ് 13,000 ആൻഡ് 8,000 റെസ്പെക്റ്റീവ്ലി. ഇൻവെന്ററി 13,000, അതേപോലെ തന്നെ ട്രേഡ് റിസീവബിൾസ് 8,000. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇനി നോക്കിയേ, ഇനി എന്തെങ്കിലും അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്തെന്ന് ഇവർ പറയുന്നുണ്ടോന്ന് നോക്കിയേ. ഇവിടേക്ക് വരികയാണെങ്കിൽ ഇനി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ലുലു ലിമിറ്റഡ് ഡസ് നോട്ട് ടേക്ക് ഓവർ ക്യാഷ് എന്ന്. ക്യാഷ് ടേക്ക് ഓവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇത് നമ്മൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് നമ്മൾ എടുക്കില്ല. അപ്പം അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള അസറ്റ്സ് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ ടോട്ടൽ കാണണം. നോക്കിയേ, 10,000 പ്ലസ് 49,000 പ്ലസ് 13,000 പ്ലസ് 8,000. ഓക്കെ, എത്ര ഇടുന്നു? 80,000 അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ടോട്ടൽ എഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റ് ടേക്കൺ ഓവർ എന്ന് പറയുന്നത്. എത്രയാണ്? 80,000. ഇനി നോക്കി, ഇതിൽ നിന്ന് വേണം നമുക്ക് ലയബിലിറ്റീസിന്റെ വാല്യൂ കുറയ്ക്കാൻ. നോക്കി, ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ബട്ട് എഗ്രീസ് ടു അസ്യൂം ദ ലൈബിലിറ്റീസ് ഓഫ് ട്രേഡ് പേബിൾസ് അറ്റ് ₹5,000 എന്ന്. അപ്പോൾ ട്രേഡ് പേബിൾസ് ഇവിടെ എത്ര എന്ന് പറയുന്നുണ്ട്? 5,000. സോ ട്രേഡ് പേബിൾസ് 5,000. വേറെ ലൈബിലിറ്റീസ് ഒന്നും റീവാല്യൂ ചെയ്തായിട്ട് പറയുന്നില്ല. സോ ഇനി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ആ ഒരു എക്സ്ട്രാക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ നോക്കിയേ, ഡിബെഞ്ചർ പറയുന്നുണ്ട് അല്ലെ. 7% ഡിബെഞ്ചർ എത്രയാണ്? 5,000. അപ്പോൾ ഇതിന്റെ റീവാല്യൂഡ് ഫിഗർ അല്ലെങ്കിൽ ഫെയർ വാല്യൂ തരാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ ബുക്ക് വാല്യൂ എടുക്കുകയാണ്. നോക്കിയേ, എത്രയാണ്? 7% ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ 5,000 ആണ്. സോ അത് നമ്മൾ ലെസ് ചെയ്യാണ്. വേറെ ലൈബിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ നോക്കിയേ, 18,000-ൽ നിന്ന് 80,000-ൽ നിന്ന് നമ്മൾ ഈ ഒരു 10,000 കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 70,000. സോ അതാണ് നമ്മുടെ പെർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ നോക്കിയേ, ഒന്നുകൂടി പറയാം, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലൈബിലിറ്റീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ 3 കാര്യങ്ങൾ എടുക്കത്തില്ല. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, അത് നമ്മൾ എടുക്കില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഫെയർ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീവാല്യൂഡ് ഫിഗേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി അത് തരാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? ബുക്ക് വാല്യൂസ് എടുക്കണം. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ട്. നോക്കിയേ, മൂന്നാമത്തെ മെത്തേഡാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ നെറ്റ് അസറ്റ് മെത്തേഡിൽ എങ്ങനെയായിരുന്നു ചെയ്തത്? അസറ്റ് മൈനസ് ലയബിലിറ്റി ആയിരുന്നു അല്ലേ. അതുകൊണ്ട് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് വരികയാണെങ്കിൽ ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഓണേഴ്സിന് നടത്തുന്ന എല്ലാ പേയ്മെൻറ്റുകളും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു വാല്യൂ ആയിരിക്കും ഇവിടുത്തെ നമ്മുടെ പെർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, അണ്ടർ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പെർച്ചേസ് കൺസിഡറേഷൻ ഈസ് അസർട്ടൈൻഡ് ബൈ ആഡിങ് ദ വേരിയസ് പേയ്മെൻറ്റ് മെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ക്യാഷ് ഓർ അതർ സെക്യൂരിറ്റീസ്. അതായത് ഇക്വിറ്റി ഷെയർസ് ആയിട്ടോ പ്രിഫറൻസ് ഷെയർസ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ മറ്റ് സെക്യൂരിറ്റീസിൻ്റെയൊക്കെ രൂപത്തിൽ ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫറി കമ്പനി നടത്തുന്ന വിവിധ പേയ്മെൻറ്റുകൾ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പെർച്ചേസ് കൺസിഡറേഷൻ അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നത്. അത്തരത്തിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് മാത്രമേ ഇവിടെ എടുക്കത്തുള്ളൂ എന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനകത്ത് വരും അല്ലേ. നോക്കിയേ, താഴത്തെ പോയിന്റ് കൂടി നോക്കിക്കേ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 ക്ലിയർലി സ്റ്റേറ്റ്സ് ദാറ്റ് ദ പേയ്മെൻറ്റ് made to debenture holders of the transfer company and liquidation expenses of the transfer company are not considered while calculating the purchase consideration. അതായത് പെർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് നടത്തുന്ന പേയ്മെൻറ്റും അതേപോലെ തന്നെ എന്താണ് ഇങ്ങനെ വൈൻഡിങ് അപ്പിന് വേണ്ടി അല്ലെങ്കിൽ ലിക്വിഡേഷൻ എക്സ്പെൻസസ് മെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എക്സ്പെൻസസുകളും നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണേഴ്സ് അല്ല. സോ അവരെ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും നടത്തുന്ന പേയ്മെൻറ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള പെർച്ചേസ് കൺസിഡറേഷനിൽ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെ ഫോമിലാണ്? ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ തന്നെ എന്താണ് ക്യാഷ് ഓർ അതർ സെക്യൂരിറ്റീസ്.
നോക്കിയൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗിവൺ ബിലോ ആർ ദ എക്സ്ട്രാക്ട് ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഓഫ് ആക്സിസ് ലിമിറ്റഡ് ആസ് എ 31 മാർച്ച് 2018. അപ്പോൾ 31 മാർച്ച് 2018 ആക്സിസ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു എക്സ്ട്രാക്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, 10% ഡിബെഞ്ചേഴ്സ്, കറന്റ് ലയബിലിറ്റീസ്, ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്സ്, കറന്റ് അസറ്റ്സ്. ഓക്കെ, ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ദേന ലിമിറ്റഡ് അബ്സോർബ്സ് ആക്സിസ് ലിമിറ്റഡ് as on that date on the following terms. ഓക്കെ, ദേന ലിമിറ്റഡ് അബ്സോർബ്സ് ആക്സിസ് ലിമിറ്റഡ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്ഫറർ ആരാണ്? ട്രാൻസ്ഫറി ആരാണ്? വേഗം പറഞ്ഞേ, ആരാണ് ഇവിടുത്തെ ട്രാൻസ്ഫറർ? ദേന ലിമിറ്റഡ് ആക്സിസ് ലിമിറ്റഡിനെ അബ്സോർബ് ചെയ്തു എന്നാണ് പറഞ്ഞല്ലേ. ആരിവിടെ വാങ്ങുന്നത്? ദേന ലിമിറ്റഡ് ആണ് അല്ലേ. സോ പെർച്ചേസിങ് കമ്പനി ദേന ലിമിറ്റഡ് ആണ്. സോ അവരാണ് അവിടുത്തെ ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത്. ദേന ലിമിറ്റഡ് ആണ് അവിടുത്തെ ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത്. സെല്ലർ കമ്പനി ആരാണ്? ആക്സിസ് ലിമിറ്റഡ് ആണ്. ആക്സിസ് ലിമിറ്റഡ് ആണ് അവിടുത്തെ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, 10% ഡിബെഞ്ചേഴ്സ് ഓഫ് ദി ആക്സിസ് ലിമിറ്റഡ് ആർ ടു ബി ഡിസ്ചാർജ്ഡ് ബൈ ദേന ലിമിറ്റഡ് ബൈ ഇഷ്യൂയിങ് സച്ച് നമ്പർ ഓഫ് ഇറ്റ്സ് 15% ഡിബെഞ്ചർ ഓഫ് 100 ഈച്ച് സോ ആസ് ടു മെയിൻറ്റെയിൻ ദ സെയിം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. നോക്കിയാൽ ആക്സിസ് ലിമിറ്റഡിൻ്റെ 10% ഡിബെഞ്ചേഴ്സ് ദേന ലിമിറ്റഡ് അവരുടെ 15% ഡിബെഞ്ചേഴ്സ് കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സെയിം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. സോ ഇവിടെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഡിബെഞ്ചർ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളത് എടുക്കണോ? വേണ്ട. സോ ഒന്നാമത്തെ കേസ് നമ്മൾ എടുക്കത്തില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിക്കേ, 11% preference shares of Axis Limited are to be discharged by Dena Limited by issuing equivalent numbers of 30% preference shares of 100 each at rupees 150 each. Okay, 11% ആക്സിസ് ലിമിറ്റഡിൻ്റെ പ്രിഫറൻസ് ഷെയർസ് ദേന ലിമിറ്റഡ് ഡിസ്ചാർജ് ചെയ്യുന്നു പറയുന്നുണ്ട്. സോ അത് നമ്മൾ എടുക്കും. നെക്സ്റ്റ് ഓക്കെ, ദേന ലിമിറ്റഡ് ഷാൾ ഇഷ്യൂ 4 ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 10 each at rupees 30 each for each equity shares in the Axis Limited. ഓക്കെ, ആക്സിസ് ലിമിറ്റഡിൻ്റെ ഓരോ ഇക്വിറ്റി ഷെയർസിനും 10 രൂപ വിലയുള്ള 4 ഇക്വിറ്റി ഷെയർസ് 30 രൂപ വെച്ച് ദേന ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ ഇതെന്താണ്? ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് അല്ലേ. സോ അത് നമ്മൾ എടുക്കും. നെക്സ്റ്റ് നോക്കിയേ, ദേന ലിമിറ്റഡ് ഷാൾ പേ ദ കോസ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ rupees 10,000. 10,000 രൂപ കോസ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ ദേന ലിമിറ്റഡ് പേ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതായത് ട്രാൻസ്ഫറി കമ്പനി അതായത് എന്താണ് ലിക്വിഡേഷൻ എക്സ്പെൻസസ് പേ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ എടുക്കുമോ? ഇല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അതായത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. സോ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കത്തില്ല, ലാസ്റ്റ് കേസ് നമ്മൾ എടുക്കത്തില്ല. ബാക്കി 2 കേസ് നമ്മൾ എടുക്കുന്നതാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതും എടുക്കും, അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്നത് എടുക്കും. നോക്കിയേ, ഇവിടെ നമുക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കൊടുത്തിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഏതാ എടുക്കേണ്ടത്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വേണം ആദ്യം എടുക്കാൻ. സോ നമുക്ക് എത്ര പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെന്ന് അറിയണം. നോക്കിക്കേ, ഇവിടെ പറയുന്നുണ്ട് 2 ലക്ഷം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണുള്ളത് അല്ലേ. അപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 100 രൂപ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര ഷെയർസ് ആണെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2 lakhs ഡിവൈഡ് ബൈ 100 ചെയ്താൽ പോരെ. അപ്പോൾ എത്ര നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് ഉള്ളതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 2 ലക്ഷം ഡിവൈഡ് ബൈ 100 എത്ര കിട്ടുന്നു? 2000 അല്ലേ. അപ്പോൾ 2000 പ്രിഫറൻസ് ഷെയർസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് 11% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ആക്സിസ് ലിമിറ്റഡ് ആർ ടു ബി ഡിസ്ചാർജ്ഡ് ബൈ ദേന ലിമിറ്റഡ് ബൈ ഇഷ്യൂയിങ് ഇക്വലന്റ് നമ്പർ ഓഫ് 13% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 ഈച്ച് അറ്റ് 150 rupees ഈച്ച്. നോക്കിക്കേ, അതായത് 100 രൂപ വിലയുള്ള ഷെയർ 150 രൂപയ്ക്ക് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇഷ്യൂ ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ 2000 ഷെയർസ് ഇൻറ്റു 150 ചെയ്യണം അല്ലേ. സോ നോക്കിയേ, 2013% പ്രിഫറൻസ് ഷെയർസ് അല്ലേ. 2013% പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ നോക്കിയേ, ഈ 2000 എങ്ങനെയാണ് വന്നത്? നമ്മളോട് ക്വസ്റ്റ്യനിൽ 2 lakhs എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 lakhs ഡിവൈഡ് ബൈ 100 രൂപ വെച്ചിട്ടെന്ന് പറയുന്നുണ്ട്. സോ 2 lakhs ഡിവൈഡ് ബൈ 100. അപ്പോൾ 0 വെട്ടിപ്പോവും. അങ്ങനെ നമുക്ക് 2000 ഇടും അല്ലേ. 2000. അപ്പോൾ 2000 പ്രിഫറൻസ് ഷെയർസ് ആണ് ഉള്ളത്. അപ്പോൾ 11% പ്രിഫറൻസ് ഷെയർസ് 13% പ്രിഫറൻസ് ഷെയർസ് കൊണ്ട് ഡിസ്ചാർജ് ചെയ്തു എന്നാണ് പറയുന്നത് 150 രൂപ വെച്ചിട്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, 2000 നമുക്ക് ആ കിട്ടിയ 2000 പ്രിഫറൻസ് ഷെയർസ് ഇൻറ്റു 150 ചെയ്യണം അല്ലേ. നോക്കി 2000 ഇൻറ്റു 150
എത്ര കിട്ടുന്നു? 3 lakhs അല്ലേ. അപ്പം നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എത്ര രൂപ വെച്ചിട്ടാണ് കൊടുത്തില്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര രൂപയാണ് പേയ്മെന്റ് നടത്തിയത് നമുക്ക് മനസ്സിലായി. ഇനി നോക്കിയേ ഇക്വിറ്റി ഷെയർസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സോ നോക്കിയേ ഇക്വിറ്റി ഷെയർസ് ആണ് അടുത്ത. ഇക്വിറ്റി ഷെയർസ് മൊത്തം 7,50,000 പറഞ്ഞത് അല്ലേ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 7,50,000 ആണ്. അത് ഡിവൈഡഡ് ബൈ 100 രൂപ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മളോട് പറയുന്നുണ്ട് ആക്സിസ് ലിമിറ്റഡിന്റെ ഓരോ ഇക്വിറ്റി ഷെയർസിനും 4 ഇക്വിറ്റി ഷെയർസ് വെച്ചിട്ട്, അതായത് 10 രൂപ വിലയുള്ള 4 ഇക്വിറ്റി ഷെയർസ് 30 രൂപ വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോ ഷെയർസിനും 4 ഇക്വിറ്റി ഷെയർസ് വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. സോ ഇൻറ്റു 4 ചെയ്യണം. അപ്പം അത്രയുമാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. സോ നോക്കിക്കേ 7,50,000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 4 എത്ര കിട്ടുന്നു? 30,000. 30,000 ഇക്വിറ്റി ഷെയർസ് ആണ് മൊത്തം ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് അത്രയും ഇക്വിറ്റി ഷെയർസിനാണ് അവർ പേയ്മെന്റ് നടത്തുന്നത്. എത്ര രൂപ വെച്ചാണെന്ന് പറയുന്നുണ്ട്? 10 രൂപയുടെ ഷെയർസിന് 30 രൂപ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം നോക്കിക്കേ ഇൻറ്റു എത്രയാണ്? 30 അല്ലേ. എത്ര കിട്ടുന്നു? 9 ലക്ഷം അല്ലേ. 9 ലക്ഷം. അപ്പൊ ടോട്ടൽ എത്രയാണ് പേയ്മെന്റ് നടത്തിയത് നമുക്ക് നോക്കാം. 9 lakhs പ്ലസ് 3 lakhs അല്ലേ. എത്ര കിട്ടുന്നു? 12 lakhs. അപ്പൊ നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 12 ലക്ഷമാണ്. 12 ലക്ഷമാണ് നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പറയുന്നു നോക്കിക്കേ. ഇവിടെ ഒന്നുകൂടി പറയാം. ഒരു ഷെയറിന് 4 ഷെയർ വെച്ചിട്ടാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. മൊത്തം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 7,50,000 ആണ്. അപ്പോൾ ഒരു ഷെയറിന്റെ വാല്യൂ ആക്സിസ് ലിമിറ്റഡിൽ 100 രൂപയാണെന്ന് പറയുന്നുണ്ട്. സോ 7,50,000 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 7,500 കിട്ടും. അപ്പോൾ അത് ഇൻറ്റു 4. ഈ 4 എങ്ങനെ വന്നേ? ഒരു ഷെയറിന് പകരമായിട്ട് ഇവർ 4 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു 4. ഇനി 30 എങ്ങനെയാണ് വന്നത്? 10 രൂപ വാല്യൂ ഉള്ള ഷെയറിന് 30 രൂപ വെച്ചാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇൻറ്റു 30 ചെയ്തപ്പോൾ നമുക്ക് 9 lakhs കിട്ടി. നോക്കി ലാസ്റ്റ് മെത്തേഡ് ആണ് ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് ഓർ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. നോക്കിക്കേ അണ്ടർ ദിസ് മെത്തേഡ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ട്രാൻസ്ഫർ കമ്പനീസ് റിസീവ് കൺസിഡറേഷൻ ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ ദ ട്രാൻസ്ഫറി കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർസ്. ഷെയർസിന്റെ ഇൻട്രിൻസിക് വാല്യൂവിന്റെ ബേസിസിൽ ട്രാൻസ്ഫറി കമ്പനിയിലെ ഇക്വിറ്റി ഷെയർസിന്റെ രൂപത്തിലായിരിക്കും ട്രാൻസ്ഫർ കമ്പനീസിന് കൺസിഡറേഷൻ ലഭിക്കുക. അപ്പോൾ നോക്കിയാൽ ദ ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ ഈസ് ഫിക്സഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർസ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി ആൻഡ് ട്രാൻസ്ഫറി കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയിലെയും ട്രാൻസ്ഫററി കമ്പനിയുടെയും ഒക്കെ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ ബേസിസിലായിരിക്കും, ഷെയർസിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ ബേസിസിലായിരിക്കും ഈ ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നോക്കി ഇൻട്രിൻസിക് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്? നെറ്റ് അസറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ലിമിറ്റഡ് ഹാസ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. 10 രൂപ വിലയുള്ള 10,000 ഇക്വിറ്റി ഷെയർസ് എ ലിമിറ്റഡിനുണ്ട്. ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദി ഷെയർ ഈസ് ₹15. 15 രൂപയാണ് ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. എ ലിമിറ്റഡ് ഈസ് ടു ബി ടേക്കൺ ഓവർ ബൈ ബി ലിമിറ്റഡ്. എ ലിമിറ്റഡിനെ ബി ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ ഇവിടുത്തെ ട്രാൻസ്ഫറർ ആരാണ്? എ ലിമിറ്റഡ് ആണ് അല്ലേ. ബി ലിമിറ്റഡ് അതിനെ ടേക്ക് ഓവർ ചെയ്തു എന്ന് പറയുമ്പോൾ ബി ലിമിറ്റഡ് അവിടുത്തെ ട്രാൻസ്ഫറി ആണല്ലേ. അപ്പോൾ നോക്കിയാൽ വിച്ച് ഹാസ് എൻ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ₹30 പെർ ഷെയർ. അപ്പോൾ ബി ലിമിറ്റഡിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് 30 രൂപയാണ്. ഫൈൻഡ് ഔട്ട് ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ ആൻഡ് പർച്ചേസ് കൺസിഡറേഷൻ. ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോയും അതുപോലെ തന്നെ പർച്ചേസ് കൺസിഡറേഷനും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ എ ലിമിറ്റഡിൻ്റെ ഒരു ഷെയറിൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 15 രൂപയാണ്. ഇനി ബി ലിമിറ്റഡിൻ്റെ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് 30 രൂപയാണ് അല്ലേ. നോക്കിയേ ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. നമുക്കറിയാം എ ലിമിറ്റഡിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് അല്ലേ. അതേപോലെ തന്നെ ബി ലിമിറ്റഡിൻ്റെ എത്രയാണെന്ന് നമുക്കറിയാം 30 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം ബി ലിമിറ്റഡ് അതിൻ്റെ ഒരു ഷെയർ കൊടുക്കുമ്പോൾ നമുക്ക് എ ലിമിറ്റഡിൻ്റെ 2 ഷെയർസ് ബി ലിമിറ്റഡിന് കിട്ടും അല്ലേ. അപ്പോൾ നോക്കി അതിൻ്റെ അർത്ഥം എന്താണ്? 15:30 ആണല്ലേ ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:2 എന്ന് കിട്ടും. അതായത് എ ലിമിറ്റഡിൻ്റെ 2 ഷെയർ എന്ന് പറയുന്നത് ബി ലിമിറ്റഡിൻ്റെ ഒരു ഷെയറിന് തുല്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2 shares ഓഫ് എ ലിമിറ്റഡ് ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് 1 share ഓഫ് ബി ലിമിറ്റഡ് എന്നുള്ളതാണ്.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർച്ചേസ് കൺസിഡറേഷൻ ആണ്. പെർച്ചേസ് കൺസിഡറേഷൻ ഓക്കെ, മൊത്തം 10,000 ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ ഒരു ഷെയർ, ബി ലിമിറ്റഡിന്റെ ഒരു ഷെയർ എന്ന് പറയുന്നത് എ ലിമിറ്റഡിന്റെ 2 ഷെയറിന് തുല്യമാണ് അല്ലേ. അതേപോലെ തന്നെ നോക്കി, അത് ഇൻറ്റു ബി ലിമിറ്റഡിന്റെ ഇൻട്രൻസിക് വാല്യൂ എത്രയാണ് നമ്മളോട് പറയുന്നുണ്ട്, 30 അല്ലേ. അപ്പൊ നോക്കിയേ, 10,000 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ 5,000 അല്ലേ. 5,000 ഇൻറ്റു 30 എത്രയാണ്, 1,50,000. 1,50,000 ആണ് നമ്മുടെ പെർച്ചേസ് കൺസിഡറേഷൻ.